ഡോക്ടർ പി സരിൻ ഇപ്പം നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് ഈ മോർണിംഗ് ഷോയിൽ. ഡോക്ടർ പി സരിൻ, ഗുഡ് മോർണിംഗ്. ഒരു കാരണവശാലും താങ്കളെ കൈവിടരുത് എന്നാണ് നിമിഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് AK സെൻ്ററിന് മുന്നിൽ വെച്ച് AK ബാലൻ സഖാവ് പറയുന്നത്. അപ്പോൾ എന്താണ് അതിനെക്കുറിച്ചുള്ള ഡോക്ടർ സരിൻ്റെ ആദ്യ അഭിപ്രായം? ഗുഡ് മോർണിംഗ് SKN. ഗുഡ് മോർണിംഗ്. തെരഞ്ഞെടുപ്പ് ജയവും പരാജയവുമല്ല ഒരു പൊതുരംഗത്ത് ഇടപെടുന്ന ഒരാളുടെ അവസാനത്തെ ജനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കാനുള്ളതിൻ്റെ സൂചന. അത് നിരന്തരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടാനുള്ള ഒരു വഴി മാത്രമാണല്ലോ തെരഞ്ഞെടുപ്പ്. അപ്പോൾ അതിൽ പരാജയപ്പെട്ടു എന്നുള്ളത് കൊണ്ട് തന്നെ നിരാശയല്ല ഉള്ളത്, പകരം കൂടുതൽ പ്രതീക്ഷയാണ്. നമുക്ക് ഇനിയും ചെയ്യാൻ ഒരുപാടുണ്ട്. അത് ചെയ്യാൻ കൃത്യമായ നിലപാടുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കൂട്ടുണ്ട്. ആ കൂട്ടുകെട്ടിൽ ജനങ്ങളുടെ ഇടയിലേക്ക് എത്താൻ, അത് വളരെ കൃത്യമായി രാഷ്ട്രീയം പറഞ്ഞു തന്നെ എത്താൻ, ആശയവും ആദർശവും ആ നിലപാടും ഒക്കെ ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന വിധം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ ഇടപെടാൻ സാധിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് മുന്നിലുള്ളത്. സരിൻ, താങ്കൾ സ്ഥാനാർത്ഥിയായി വന്ന കാര്യത്തിൽ പരോക്ഷമായി ബിനോയ് വിശ്വം ഞങ്ങൾ ഡൽഹി പ്രതിനിധിയോടൊരു കാര്യം പറഞ്ഞു. അതായത് ഒരാഴ്ച കൊണ്ടൊന്നും ഒരാൾ അദ്ദേഹത്തിൻ്റെ പ്രത്യയശാസ്ത്ര വലിയ മാറ്റമൊന്നും വരുത്തില്ല. അപ്പോൾ ഈ പുതിയതായി കടന്നു കയറുന്നവരെ ഈ പാർലമെൻ്ററി രംഗത്തേക്ക് മത്സരിപ്പിക്കുന്നത് അത്ര ശുഭകരമല്ലെന്ന് പാർട്ടിക്കാരെല്ലാവരും ആലോചിക്കണം. ബിനോയ് വിശ്വം എല്ലാ പാർട്ടിക്കാർക്കും വേണ്ടിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെ? ഒറ്റയാഴ്ച കൊണ്ട് എങ്ങനെയാണ് ഈ പ്രത്യയശാസ്ത്രത്തിൽ മാറ്റം ഉണ്ടാകുക? അതേ മനോഭാവത്തിൽ താങ്കൾ ഇടതുപക്ഷത്തേക്ക് ചേക്കേറി, കോൺഗ്രസ്സുകാരനായിരുന്നു ഇന്നലെ വരെ, ഇന്ന് CPM-ലേക്ക് ചേക്കേറി. ഇവിടെ സഖാവ് ബിനോയ് വിശ്വം പറഞ്ഞ വാക്കുകളെ ഒരു പക്ഷേ നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്യേണ്ട ആവശ്യമില്ല. അദ്ദേഹം പറഞ്ഞതിൻ്റെ വസ്തുതകൾ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ വന്നപ്പോൾ രക്തത്തെ തിരിച്ചറിയുന്നത് പോലെയാണ് സരിൻ്റെ ഈ പറയുന്ന സാഹോദര്യം ഞങ്ങൾ ഉൾക്കൊള്ളുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇടതുപക്ഷം ഒരു രാഷ്ട്രീയ ലാഭം നോക്കിയല്ല ഒരു സ്ഥാനാർത്ഥിയാക്കിയത്. പകരം നിലപാടിൽ ക്ലാരിറ്റി ഉള്ള ഒരാളെ അയാൾ വിളിച്ചു പറയുന്ന സത്യങ്ങളെ ആംപ്ലിഫൈ ചെയ്തില്ലെങ്കിൽ, അങ്ങനെ ഒരു ആംപ്ലിഫയർ ആവാൻ പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തിന്, മുന്നണി എന്ന് പറയുന്ന സംവിധാനത്തിന് സാധിച്ചില്ലെങ്കിൽ അത് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൽ രാഷ്ട്രീയമായി ഇടതുപക്ഷത്തിന് കിട്ടുന്ന ഒരു 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 എഡ്ജിനുള്ള അവസരം സ്വയം നിഷേധിക്കലാകുമെന്നുള്ളത് കൊണ്ടാണ് എന്നെ കൂടെ കൂട്ടിയത്. അത് നീതീകരിക്കുന്ന വിധമായിരിക്കണം എൻ്റെ ഇനിയുള്ള ഇടപെടൽ. സ്ഥാനാർത്ഥിത്വം കേവലം സാങ്കേതികത്വം മാത്രമായിരുന്നു. വിളിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ, നിലപാട് ഉറപ്പിച്ചു പറഞ്ഞതിൻ്റെ പേരിൽ അയാളിലൂടെ വോട്ടിലേക്ക് കൂടി കടന്നു കയറാൻ സാധിക്കുമെന്നുള്ള CPM-ൻ്റെ ഇടതുപക്ഷത്തിൻ്റെ വിലയിരുത്തലാണ്. അത് പക്ഷേ തെറ്റായിപ്പോയി എന്ന് ബിനോയ് വിശ്വം സഖാവ് അത് പറയുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തെ മുൻനിർത്തി തന്നെ ആകണം എന്നില്ല. പകരം നമ്മളിലെ ആശയ വ്യക്തതയ്ക്ക് ഏതെങ്കിലും തരത്തിൽ കുറവുണ്ടോ, അല്ലെങ്കിൽ സരിൻ പറഞ്ഞ കാര്യങ്ങളിൽ ഇത്ര പെട്ടെന്ന് എങ്ങനെയാണ് സരിന് മാറ്റി പറയാൻ പറ്റുന്നത് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു കൺഫ്യൂഷൻ അല്ല അദ്ദേഹം പ്രകടിപ്പിച്ചത്. പകരം പാർട്ടി അത് വിലയിരുത്തുന്ന സമയത്ത് പാർട്ടിയുടെ കേഡറിനെ കുറച്ചുകൂടി വിശ്വാസ്യതയിൽ എടുക്കാൻ ഉള്ള സമയം കൊടുക്കണം എന്നുള്ളതാണ്. എല്ലാം പെട്ടെന്നായി പോയല്ലോ. പക്ഷെ ഞാൻ പറയുന്നു, ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകരോരോന്നും ഒരു നിമിഷം പോലും അവർക്ക് ലഭിച്ചില്ല ഈ വരുന്ന ആളാരാണ്, എന്താണെന്ന് മനസ്സിലാക്കാൻ. എന്നിട്ട് പോലും നമ്മൾ പറയുന്നതിലെ ഹൃദയ ബന്ധങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതിലെ സത്യസന്ധതയൊക്കെ അവർ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ വലിയൊരു പോരാട്ടമാണ് പ്രചരണത്തിൽ നമ്മൾ കാഴ്ചവെക്കാൻ സാധിച്ചത് പാലക്കാട്. താങ്കൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാണെന്ന് വിശ്വസിക്കുന്നത്. ഞാനൊരു കോഫി കഴിക്കുകയാണ്. അപ്പം ഒരു കാര്യം കൂടി ഡോക്ടർ സരിൻ, കാരണം യഥാർത്ഥത്തിൽ ഈ ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് ആകുമ്പോൾ ഒരുപാട് ആൾക്കാർ സ്ഥാനാർത്ഥിയാകാനൊക്കെ ആഗ്രഹിക്കും, അതിപ്പം ഇടതുപക്ഷത്തായാലും വലതുപക്ഷത്തായാലും. അപ്പോൾ ഈ താങ്കളുടെ ഈ പരാജയം വന്നതിന് ശേഷം ഒരു സരിൻ ഇഫക്റ്റ് ഇല്ല എന്നുള്ള രീതിയിൽ താങ്കൾക്കെതിരെ ഒരു പ്രചാരവേല ഈ പാലക്കാട് ഇടതുപക്ഷത്ത് നിൽക്കുന്നവരും മറ്റുള്ള ചില ആളുകളും നടത്തുന്നുണ്ടോ ഇപ്പോൾ? അല്ല, അങ്ങനെയല്ല. വ്യക്തിപരമായിട്ടല്ലെങ്കിലും ഒരു ഇഫക്റ്റ് എന്ന് പറയുന്ന ഒരു ലേബലല്ല ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം കൂട്ടായ ഉത്തരവാദിത്വവും അതിന് ചില മുഖങ്ങളെ മുൻനിർത്തിക്കൊണ്ടുള്ള ജനങ്ങളുടെ ഇടയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രീതികളുമാണ്. കേവലം വ്യക്തിപ്രഭാവത്തിൻ്റെ പുറത്തല്ല ഒരു ഇലക്ഷനും തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷത്തിൻ്റെ ജനവിധി ഇടതുപക്ഷത്തിന് അനുകൂലമാകുന്നതിനെ കാണേണ്ടതോ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് വിജയിക്കാൻ സാധിച്ചില്ലെങ്കിൽ അതിനെ വിലയിരുത്തേണ്ടതോ. അപ്പം ഞാനൊരു പ്രതിഭാസമൊന്നുമല്ല, അല്ലെങ്കിലും എന്നിൽ ഉള്ള ചെറിയ സത്യങ്ങളെ, എന്നിലുള്ള ചെറിയ കഴിവുകളെ ജനങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കാൻ നിരന്തരം ശ്രമിക്കുന്ന ഒരാളാണ്. അതിൽ ഒരു വിശ്രമവും ആഗ്രഹിക്കാത്ത ഒരാളാണ്. വെറുതെ ഇരിക്കാൻ താല്പര്യമില്ല.
പറയാനും പ്രവർത്തിക്കാനും സത്യസന്ധമായ കാര്യങ്ങളുടെ ഉറപ്പുള്ള ബലം ഉള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയണം. അത് തുടരും, അതിൽ യാതൊരു തർക്കവുമില്ല. UDF നേടിയ വിജയം എന്തിൻ്റെ ഇഫക്റ്റാണ് എന്നുള്ളതും കൂടി എല്ലാവരും ചർച്ച ചെയ്യേണ്ടുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. സാറിന് ഒരു കാര്യം കൂടി, താങ്കൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്കത് ചർച്ച ചെയ്യാൻ പറ്റില്ല. താങ്കൾ ഈ ഏത് ഒഫീഷ്യൽ പോസ്റ്റിലിരിക്കുമ്പോഴാണ് താങ്കൾ ജോലി രാജിവെച്ച് പൊതുരംഗത്തേക്ക് കടന്നത്? എന്തായിരുന്നു താങ്കളുടെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ട്? ഇതൊരു മോർണിംഗ് ഷോ ആയതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, താങ്കളെക്കുറിച്ച് കൂടുതൽ അറിയാൻ. ഞാൻ പഠിച്ചത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോഴിക്കോട് MBBS ആയിരുന്നു. 2001 ബാച്ച്, 2001-2007 കാലഘട്ടത്തിൽ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS പൂർത്തിയാക്കി സിവിൽ സർവീസ് പരീക്ഷ എഴുതുകയാണ് ഉണ്ടായത്. 2008 ആദ്യ ശ്രമത്തിൽ കിട്ടിയ ഒരു റാങ്ക് അത് 555 ഓൾ ഇന്ത്യ റാങ്ക് 555. ആ റാങ്കിൽ എനിക്ക് എൻ്റെ 4ാമത്തെ ചോയ്സ് ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ് ആയിരുന്നു. ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, IAAS എന്ന് പറയും. CAGയുടെ ഓഡിറ്റ്, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ ഓഡിറ്റ്, നാട്ടിലൊക്കെ AG's ഓഫീസ്, അക്കൗണ്ടൻറ്റ് ജനറൽ ഓഫീസിലെ സർക്കാരിൻ്റെ വരവ് ചെലവ് കണക്കുകളുടെ സൂക്ഷിപ്പുകാരും അത് ഓഡിറ്റ് ചെയ്യുന്നതുമായ ഉത്തരവാദിത്വമാണ് നമുക്ക്. 2009 ബാച്ചായിരുന്നു ഞാൻ. 2009 ട്രെയിനിങ്ങിന് ഷിംലയിലാണ് ഞങ്ങളുടെ അക്കാഡമി. 1.5 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം തിരുവനന്തപുരത്തൊരു കഷ്ടി 1 വർഷവും പിന്നീട് ഒരു 4 വർഷത്തോളം ബാംഗ്ലൂരും ഉണ്ടായിരുന്നു. അതായത് 2009 മുതൽ 2016 വരെ ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഭാഗമായി കേരളത്തിൽ ഡെപ്യൂട്ടി AG ആയിരുന്നു, കർണാടകത്തിലും ഡെപ്യൂട്ടി അക്കൗണ്ടൻറ്റ് ജനറൽ ആയിരുന്നു. 6.5 വർഷത്തെ സർവീസിന് ശേഷം 2016 മെയ് മാസത്തിലാണ് ജോലി രാജിവെച്ച് പൊതുരംഗത്തേക്ക് വരുന്നതിന് വേണ്ടി സ്വയം ഒരു തീരുമാനമെടുക്കുന്നതും അത് നടപ്പിലാക്കാൻ ഒരു മാർഗം കോൺഗ്രസിലൂടെയാണ് എന്ന് സ്വയം തീരുമാനിച്ചിറങ്ങി വരുന്നത്. ഓക്കെ.